ഈ ഒരു 2023 ഒരു 5G ഐഫോൺ നിങ്ങൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും iPhone 12 തന്നെ ചൂസ് ചെയ്യാം. സോ 2023 iPhone 12 എങ്ങനെയുണ്ട്, ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോണിൻ്റെ ബിൽറ്റ് ആൻഡ് ഡിസൈനെ കുറിച്ച് സംസാരിക്കാം. ഈ ഒരു iPhone 12 ബിൽറ്റ് ആൻഡ് ഡിസൈനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യമാണ് ഗ്ലാസ് ബോഡി തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് കവറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ബോഡി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഫ്രെയിമിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ iPhone 11 കണ്ട ആ ഒരു സെയിം അലുമിനിയം ഫ്രെയിം തന്നെ ഈ ഒരു iPhone 12 ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. 164 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നുമല്ല. നമ്മളൊരു വെയിറ്റ്ലെസ് ഫോൺ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഈ ഒരു 164 ഗ്രാം വെയിറ്റുള്ള വേറെ ഏത് ഫോൺ കയ്യിലെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലാണോ, ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഈ ഒരു iPhone 12 കയ്യിലെടുക്കുമ്പോൾ കിട്ടാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് റേറ്റിംഗും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. സോ ഇത്രയും ഹയർ IP റേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ വെച്ച് അണ്ടർ വാട്ടർ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ബിൽറ്റ് ആൻഡ് ഡിസൈനിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബോക്സി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഡ്ജസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊരു ഷാർപ്പ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ചെറിയൊരു ഡിസ്കംഫർട്ടും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യം ഒഴിച്ചു നിർത്തുവാണെങ്കിൽ നല്ലൊരു ബിൽറ്റ് ആൻഡ് ഡിസൈൻ തന്നെ ഈ ഒരു iPhone 12 ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും നമ്മൾക്ക് വരാനായിട്ട് പോകുന്നില്ല. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ iPhone 11 LCD ഡിസ്പ്ലേ ആണെങ്കിൽ iPhone 12 വരുമ്പോൾ ഒരു AMOLED പാനൽ അല്ലെങ്കിൽ OLED പാനലും കാര്യങ്ങളൊക്കെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേയുടെ ഒരു അപ്ഗ്രേഡേഷൻ കാര്യങ്ങളൊക്കെ 11 നിന്ന് 12 വരുമ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. 60 Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. 60 Hz ആയതുകൊണ്ട് തന്നെയും ഒരു റഫ് ഫീലാണെന്ന് വിചാരിക്കേണ്ട, നല്ലൊരു സ്മൂത്ത് ഫീൽ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കിട്ടുന്നുണ്ട്. നമ്മൾ 120 Hz യൂസ് ചെയ്യുന്നത് എങ്ങനെയാണോ ആ ഒരു സ്മൂത്ത് ഫീൽ തന്നെ നമുക്ക് ഈ ഒരു 60 Hz ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ 625 നിറ്റ്സാണ് ഈ ഒരു ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. ഒരു യൂസിനൊന്നും ഒരു ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ നല്ല വെട്ടമുള്ള സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല. ഇനി ഡിസ്പ്ലേ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എസ്പെഷ്യലി മീഡിയ കൺസപ്ഷൻ അല്ലെങ്കിൽ ഒരു മൂവി കാണുവാണെങ്കിലും യൂട്യൂബിൽ വീഡിയോ കാണുവാണെങ്കിലും ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിലും നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. ഡിസ്പ്ലേ നല്ല സ്മൂത്തായിട്ട് തന്നെ ആ ഒരു വീഡിയോ പ്ലേ ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു iPhone 12 അതുപോലെ തന്നെ 13 സെയിം ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. സോ ഡിസ്പ്ലേയുടെ ഭാഗത്തുനിന്നും ഒരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും iPhone 12 ഇല്ല. അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരാം. ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ള ചിപ്സെറ്റ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ A14 ബയോണിക് ചിപ്പാണ്. ഒരു 5 നാനോമീറ്ററിൻ്റെ ചിപ്പാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു ചിപ്സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ iPhone 13 വരുന്ന A15 ബയോണിക് ചിപ്പാണ്. സോ ആ ഒരു ചിപ്സെറ്റിൽ കിട്ടുന്ന പെർഫോമൻസ് എങ്ങനെയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിലും iPhone 13 എങ്ങനെയാണോ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നത് ആ ഒരു സെയിം എക്സ്പീരിയൻസ് നമുക്ക് iPhone 12 കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ്, 13 എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളൊന്നും വേണ്ട. iPhone 12 13 കിട്ടുന്ന ആ ഒരു സെയിം പെർഫോമൻസ് ലെവൽ തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ PUBG പോലുള്ള ഗെയിമൊക്കെ നമുക്ക് HDR 60 FPS നല്ല സ്മൂത്തായിട്ട് കളിക്കാനായിട്ട് പറ്റും. ചെറിയൊരു വാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിപ്പോൾ നോർമലി എല്ലാ ഫോണിലും ഉള്ളതാണ്. ആ ഒരു കാര്യം ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ നല്ലൊരു സ്മൂത്ത് ഗെയിം എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ OSനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ iOS 16 ലേറ്റസ്റ്റ് വെർഷനാണ് ഇപ്പോൾ കറൻ്റ്ലി റൺ ആവുന്നത്. ഇനി നമുക്ക് വരാൻ പോകുന്ന iOS 17 അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിലും അവൈലബിൾ ആയിരിക്കും. നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ 2023 നിങ്ങൾ പെർഫോമൻസ് ബേസ് ചെയ്ത് ഈ ഒരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാം. ഒരു ബാഡ് പെർഫോമൻസ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നില്ല. ഈ ഒരു iPhone 12 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ക്യാമറയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 12 മെഗാ പിക്സലിൻ്റെ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. 12 മെഗാ പിക്സൽ മെയിൻ ക്യാമറയും 12 മെഗാ പിക്സൽ അൾട്രാവൈഡ് സെൻസറും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ HDRൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ OSൻ്റെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ഇനി എനിക്ക് എടുത്തു പറയാനുള്ള ഈ ഒരു ഫോണിലെ ഫോട്ടോസിനേക്കാളും വീഡിയോസാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല സ്റ്റെബിലൈസ്ഡ് വീഡിയോസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി പറയുകയാണെങ്കിൽ 4K 60 FPS ആണ് മാക്സിമം റിയർ ക്യാമറ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. 12 മെഗാ പിക്സലിൻ്റെ തന്നെ സെൽഫി ക്യാമറയും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് 4K 60 FPS വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് iPhone 12 വെച്ചെടുത്ത കുറച്ച് ഫോട്ടോ സാമ്പിൾസ്. എങ്ങനെയുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് ഒരു വീഡിയോ സാമ്പിൾ. ഞാൻ ജസ്റ്റ് 4K 60 FPS ഷൂട്ട് ചെയ്തതാണ്.
അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വീഡിയോ പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ട, നല്ല സ്മൂത്തായിട്ടുള്ള വീഡിയോ പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ എനിക്ക് ഫോട്ടോസിനേക്കാളും കുറച്ചുകൂടി വീഡിയോ പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയുടെ ഭാഗത്തുനിന്ന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ക്യാമറ വൈസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ എടുക്കാം. അപ്പോൾ നിങ്ങൾ എസ്പെഷ്യലി ഒരു വ്ളോഗിങ് പർപ്പസിന് എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും iPhone 12 തന്നെ ചൂസ് ചെയ്യാം. നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്യാമറ പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേട്ടാണ്. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 2700 mAh ആണ് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 20 വാട്ടാണ് മാക്സിമം ചാർജിങ് സപ്പോർട്ട് വരുന്നത്. ഒരു പവർ ഡെലിവറി ചാർജിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ഇനി ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു 6 hours അല്ലെങ്കിൽ ഒരു 5 to 6 hours ആണ് മാക്സിമം നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു 10 hours എങ്കിലും മാക്സിമം ബാറ്ററി ബാക്കപ്പ് ഈ ഒരു iPhone 12 നിന്ന് ലഭിക്കുന്നുണ്ടാവും. ഹെവി യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 2 ടൈമെങ്കിലും നിങ്ങൾ ഈ ഒരു ഫോൺ ചാർജിൽ ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഓരോ യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും കിട്ടാനായിട്ട് പോകുന്നത്. അതിൻ്റെ iPhone 12 പ്രൈസിലായിട്ട് വരുവാണെങ്കിൽ ഫ്രഷ് പീസിൻ്റെ ഇപ്പോഴത്തെ വിലയാണ് 54,000 രൂപ. അതുപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഐഫോൺസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അവൈലബിൾ ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു 93 എബോവ് ബാറ്ററി ഹെൽത്തുള്ള വേരിയൻറ്റിന് ഏകദേശം ഒരു 36,000 രൂപയാണ് ബേസ് വേരിയൻ്റായി 64 GB സ്റ്റോറേജിന് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഐഫോൺസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നേരത്ത് ഹയർ വേരിയൻറ്റ് അല്ലെങ്കിൽ ഹയർ സ്റ്റോറേജ് വേരിയൻറ്റ് ചൂസ് ചെയ്യുക. കാരണം ആപ്പിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ ഈ ഒരു സ്റ്റോറേജ് തികയാതെ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഹയർ സ്റ്റോറേജ് വേരിയൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. 2023 നല്ലൊരു ബഡ്ജറ്റിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാം. നല്ലൊരു പെർഫോമൻസും ഈ 2023 നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 5G ഫോൺ ആയതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് കുറച്ച് നാളോടെ ഈ ഒരു ഫോൺ സ്മൂത്തായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സെക്കൻഡ് ഹാൻഡ് ഐഫോൺസ് മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് സെക്കൻഡ് ഹാൻഡ് ഫോൺസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ദിസ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രോം ടെക്കി സ്പോർട്ട്. ഗുഡ് ബൈ.